നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം നെട്ടയത്ത് വലിയ രീതിയിലുള്ള സംഘർഷം അരങ്ങേറി. അതായത് നാട്ടുകാർ തമ്മിലുണ്ടായ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അതൊരു രാഷ്ട്രീയ പോരിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് സംഭവങ്ങളുടെ ഒരു തുടർക്കഥയാണ് കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയത്. പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഇലക്ഷൻ സമയം മുതൽ തുടങ്ങിയ ചില മുറിമുറുപ്പുകളാണ് കഴിഞ്ഞ ദിവസം അവിടെ പൊട്ടിത്തെറിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. അതായത് BJP നേതാവിന്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞെന്ന പരാതിയിൽ തുടങ്ങിയ തർക്കം CPM BJP സംഘർഷത്തിൽ അവസാനിക്കുകയായിരുന്നു. കല്ലേറ്, ലാത്തി ചാർജ്, കൂട്ടയടി, തെറിവിളി, വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം തുടങ്ങി ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നെട്ടയത്ത് അരങ്ങേറിയിരിക്കുന്നത്. കല്ലേറിലും ലാത്തി ചാർജിലും 4 BJP പ്രവർത്തകർക്കും 5 പോലീസുകാർക്കും പരിക്കേറ്റു. മാത്രമല്ല, ഒരു പോലീസുകാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. കല്ലേറിൽ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ CPO ദീപുവിന് തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അത്രയും ഭയാനകമായ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്, യുദ്ധ സമാനമായ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറിയത്. പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് പോലും അത് വലിയ രീതിയിലുള്ള കയ്യാങ്കളി അല്ലെങ്കിൽ കല്ലേറ്, വിറകെടുത്തെറിയൽ, അങ്ങനെ വലിയ ഒരു സംഘർഷമായത് വ്യാപിക്കുകയായിരുന്നു. BJP നേതാവിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തെന്ന സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസിൽ ആ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇവരുടെ ഭർത്താവിനെ, ഈ പരാതിക്കാരിയുടെ ഭർത്താവിനെ CPM പ്രവർത്തകർ ഇന്നലെ ഉച്ചയ്ക്ക് തടഞ്ഞു വെച്ചു എന്ന ആരോപണം ശക്തമായി. ഇതേ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ആ തർക്കമാണ് കഴിഞ്ഞ ദിവസം നെട്ടയത്തെ ഒന്നടങ്കം വിറപ്പിച്ച സംഘർഷത്തിൽ അവസാനിച്ചത്. രാത്രി 7:30യോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ സ്ഥലത്തെത്തി. അതായത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അത് ഒരു പാർട്ടി പ്രവർത്തകർ എത്തുകയും അത് വലിയ രീതിയിലുള്ള ഒരു പാർട്ടി പ്രശ്നമായി മാറുകയും ചെയ്യുകയായിരുന്നു. അതായത് BJP പ്രവർത്തകർ സ്ഥലത്തെത്തിയതോടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തു. തുടർന്ന് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടൽ, സംഘർഷമുണ്ടായി. പോലീസുകാർക്ക് മർദ്ദനമേറ്റു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ വിറക് കഷ്ണമൊക്കെ എടുത്താണ് എറിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കല്ലുകൾ വാരി എറിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് പ്രവർത്തകന് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ സംഘർഷത്തിൽ അയവ് വന്നുവെങ്കിൽ പോലും ആ സംഘർഷം നിറഞ്ഞു നിന്ന മണിക്കൂറുകൾ വളരെയധികം ഒരു നിയന്ത്രണാതീതമായിരുന്നു ആ ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് സംഘർഷം തുടങ്ങിയത്. 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം അത് ഒരു രാഷ്ട്രീയ പോര് അല്ലെങ്കിൽ CPM BJP പ്രവർത്തകർ തമ്മിലുള്ള പോരിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. BJP പ്രവർത്തകർ ആരോപിക്കുന്നത് തങ്ങളുടെ പ്രവർത്തകയ്ക്ക് നേരെ പ്രദേശത്ത് ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തി, അത് ചോദ്യം ചെയ്യാൻ എത്തിയതാണ് ഞങ്ങൾ, പുറത്തുനിന്ന് ആരും ഇവിടെ ഇല്ല, ഈ നാട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാണ് BJP പ്രവർത്തകരുടെ വാദം. പക്ഷേ CPMന്റെ വാദം മറ്റൊന്നാണ്, നാട്ടുകാരുടെ വാദം മറ്റൊന്നാണ്. പോലീസ് BJP പ്രവർത്തകർക്ക് നേരെ മൃഗീയമായി ലാത്തി ചാർജ് നടത്തി എന്ന ആരോപണവും ശക്തമാണ്. പുറത്തു നിന്നും ആരും എത്തിയിട്ടില്ല, പോലീസാണ് പ്രശ്നം ഗുരുതരമാക്കിയതെന്ന ആരോപണവും BJP പ്രവർത്തകർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ രാഷ്ട്രീയ സംഘർഷമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറയുന്നത് ഇതൊരു അതിർത്തി പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതൊരു അതായത് ഇത്തരത്തിലൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരു അതിർത്തി പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ അതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു വശം മാത്രം കേട്ടാൽ പോരല്ലോ, 2 വശവും കേൾക്കണമല്ലോ. അപ്പോൾ BJP പ്രവർത്തകർ ഇത്തരത്തിൽ പറയുന്നു, നാട്ടുകാർ പറയുന്ന രാഷ്ട്രീയ സംഘർഷമല്ല എന്ന്. എന്തായാലും ആകെ മൊത്തം ഒന്ന് നോക്കുമ്പോൾ ഇതൊരു CPM BJP പോരാട്ടമായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പ്രദേശത്തെ ഒരു യുവാവിനെ BJP പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്നും അത് ചോദ്യം ചെയ്താണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിയതെന്നുമാണ് നാട്ടുകാർ പറഞ്ഞത്. മാത്രമല്ല, ആ യുവാവിനെതിരെ ഇത്തരത്തിൽ ഒരു കള്ളപ്പരാതി കൊടുക്കാൻ BJP ശ്രമിച്ചു എന്ന ആരോപണവും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ സംഘർഷം തുടങ്ങാൻ കാരണമായത്, അത് അതിർത്തി പ്രശ്നമാണ് എന്നതടക്കമുള്ള ഒരു വാദമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. RSS BJP പ്രവർത്തകർ കടന്നു കയറി ആക്രമിച്ചു എന്ന ആരോപണവും നിലവിൽ ശക്തമാവുകയാണ്. പോലീസിനെതിരെ BJPയും വലിയ രീതിയിൽ ആഞ്ഞടിച്ച് രംഗത്തുണ്ട്. BJP പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നാണ് BJP ആരോപിക്കുന്നത്. അകാരണമായി ലാത്തി ചാർജ് നടന്നു. BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നു, അതായത് നഗ്നതാ പ്രദർശനം ഉണ്ടാകുന്നു, അതിന്മേലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ പ്രശ്നം കയ്യാങ്കളിലേക്ക് എത്തുന്നു. അതിനുശേഷം കല്ലേറ്, ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവർ മാർച്ച് നടത്തിയത്. ഇവിടെ വെച്ചാണ് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രോശവും പ്രതിഷേധവും ഉണ്ടായത്. പ്രത്യേകിച്ച് 24 ന്യൂസിലെ റിപ്പോർട്ടർക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആക്രോശം ഉണ്ടായത്. 24 ന്യൂസ് റിപ്പോർട്ടർ ഇതൊരു മരവുമായി
ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിർത്തി പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്ന് നാട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞതാണ് BJP പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇത് അതിർത്തി പ്രശ്നമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യം എന്താണ്? ഇത് അതിർത്തി പ്രശ്നമല്ല. BJP പ്രവർത്തകയ്ക്ക് നേരെ ഒരാൾ അസഭ്യം പറഞ്ഞു, മാത്രമല്ല നഗ്നതാ പ്രദർശനം നടത്തി. അതെങ്ങനെയാണ് അതിർത്തി പ്രശ്നമാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു BJP പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. 24 ന്യൂസ് മാധ്യമ പ്രവർത്തകയെ വളഞ്ഞിട്ട്, അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വനിതയാണ് എന്ന ഒരു പരിഗണന പോലും നൽകാതെ വലിയ രീതിയിലുള്ള ആക്രോശമാണ്. കയ്യാങ്കളിയിലേക്ക് കടന്നില്ല, പക്ഷേ വാക്കുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായി. പ്രത്യേകിച്ച് വനിതാ BJP പ്രവർത്തകർ, അതായത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയായിരുന്നു വനിതാ BJP പ്രവർത്തകർ. മാത്രമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് പുരുഷന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഈ വാചകങ്ങൾ കേട്ടതോടെ, റിപ്പോർട്ടർ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് കേട്ടതോടെ, അതായത് നാട്ടുകാരുടെ ഭാഗം പറഞ്ഞതോടെ BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആക്രോശവുമായി രംഗത്ത് വരികയായിരുന്നു. മാത്രമല്ല ഇതിന് പിന്നാലെ തന്നെ തറയിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്ന BJP വനിതാ പ്രവർത്തകർ എഴുന്നേൽക്കുകയും പെൺകുട്ടിയെ വളയുകയും ചെയ്തു. 24 ന്യൂസ് ടീമിനെതിരെ എന്ത് റിപ്പോർട്ടിംഗ് ആണ് നടത്തുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ ആക്രോശമുണ്ടായി. 24 ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകയെ വളഞ്ഞിട്ട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രോശമുണ്ടായി, പൊട്ടിത്തെറി ഉണ്ടായി. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമായിരുന്നു. പക്ഷേ സമയോചിതമായ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രോശം തന്നെയാണ് അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു വനിത എന്ന, നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാണ്, നമ്മൾ രാവിലെ മുതൽ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു വനിത എന്ന ഒരു പരിഗണന പോലും നൽകാതെ വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണമാണ്, അല്ലെങ്കിൽ വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണം. കയ്യാങ്കളി അല്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം വലിയ രീതിയിലുണ്ടായി. മറ്റുള്ളവർ ഇടപെട്ട് മാറ്റിയത് കൊണ്ട് മാത്രം മറ്റു കാര്യങ്ങൾ, അതായത് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടില്ല. എന്തായാലും വളരെ അപലപനീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ 24 മാത്രമല്ല മറ്റ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ന്യൂസ് മലയാളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ, ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രോശമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു അതിർത്തി പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അത് പിന്നീട് അതൊരു നഗ്നതാ പ്രദർശനം എന്ന രീതിയിലേക്ക്, അത് കഴിഞ്ഞ് കയ്യാങ്കളി, വഴക്ക്, സംഘർഷം, ലാത്തി ചാർജ്, തലപൊട്ടൽ, പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമ ശ്രമം, അങ്ങനെ വലിയ ഒരു സംഭവം, ഒരു യുദ്ധക്കളമായിട്ട് കഴിഞ്ഞ ദിവസം നെട്ടയം മാറുന്ന കാഴ്ചയാണ്. പൊതുവെ ശാന്തമായ നെട്ടയത്ത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അരങ്ങേറിയത് ഒരുപാട് സംഭവ വികാസങ്ങളാണ്. എന്തായാലും പോലീസിന് നേരെ കല്ലേറുണ്ടായി, അതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഘർഷത്തിൽ BJP കൗൺസിലർമാർക്കെതിരെ കേസ് പോലീസ് എടുത്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ചതിനാണ് കേസ്. സ്വമേധയാ എടുത്ത കേസിൽ BJP പ്രവർത്തകർ ഉൾപ്പെടെ 15ഓളം പേരും കണ്ടാൽ അറിയാവുന്ന 40 CPM പ്രവർത്തകരും പ്രതികളാണ്. 2 കേസുകളാണ് വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആയുധം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നാണ് FIR. BJP പ്രവർത്തകരിൽ ഒരാൾ വട്ടിയൂർക്കാവ് CA മർദ്ദിച്ചു. CPM പ്രവർത്തകൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപുവിന്റെ തലയിൽ കല്ലുകൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബുവിന്റെ മുഖത്ത് വിറക് കഷ്ണം കൊണ്ട് അടിച്ചെന്നും FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് മാരകമായി ആക്രമിക്കൽ, അന്യായമായി സംഘടിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധത്തിന് 2ാമത്തെ കേസ്. കൗൺസിലർമാരെ ഉൾപ്പെടെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. വലിയവിള കൗൺസിലർ ഗിരി, കാഞ്ഞിരംപാറ കൗൺസിലർ സുമി ബാലു അടക്കം കണ്ടാലറിയാവുന്ന 100ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസ്. എന്തായാലും നെട്ടയം മലമുകളിലെ സംഘർഷത്തിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവിൽ സംഘർഷാവസ്ഥയുണ്ടായത്. DYFI നേതാവിന്റെ വീടിന് മുന്നിൽ വടിവാളുമായി അജ്ഞാത സംഘം എത്തി എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. ഇരുചക്ര വാഹനത്തിൽ നിറങ്ങിയ ആളുടെ കയ്യിൽ വടിവാളുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നെട്ടയത്തെ സംഘർഷത്തിന് പിന്നിൽ CPM കോൺഗ്രസ് സംഘടിത ശ്രമമെന്നായിരുന്നു ഈ BJP ആരോപിച്ചത്. നെട്ടയം മലമുകളിലാണ് CPM BJP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം അക്രമത്തിൽ പോലീസിന് നേരെയുള്ള കല്ലേറിൽ ലാത്തിച്ചാർജിലും കലാശിച്ചത്. മാത്രമല്ല പെൺകുട്ടി ഇതിലൊരാൾ അസഭ്യം പറഞ്ഞതായി വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വരികയായിരുന്ന സുനിലിനെ മലമുകളിൽ വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. സുനിലിനെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ, തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ സുനിലിനെ പിന്തുണച്ച് BJPയും എതിർത്ത് CPMഉം രംഗത്തെത്തി. വട്ടിയൂർക്കാവ് പോലീസ് ഏകപക്ഷീയമായാണ് പെരുമാറുന്നതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. വൈകിട്ട് 7ഓടെ ഇരുവിഭാഗവും മലമുകൾ ജംഗ്ഷനിൽ നിരന്നതോടെ പോലീസ് സ്ഥലത്തെത്തി. കൂടി നിന്നവരെ ഓടിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തിയതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിന് നേരെ കല്ലെറിയുകയായിരുന്നു.
സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മലമുകളിൽ രാത്രി വൈകിയും പോലീസ് ഉണ്ടായിരുന്നു. രാത്രി 11:30 BJP RSS പ്രവർത്തകർ വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഈ പ്രതിഷേധം അവസാനിച്ചത് രാത്രി 1 മണിയോടെയാണ്. ഇവിടെ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിയായിരുന്നു. സംഘർഷമുണ്ടായപ്പോൾ ഏകപക്ഷീയമായി പ്രവർത്തിച്ച വട്ടിയൂർക്കാവ് CI ബിബിനും ഒപ്പമുണ്ടായിരുന്ന 2 പോലീസുകാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. രാത്രി 12ഓടെ പിരിഞ്ഞുപോകാൻ തുടങ്ങിയ പ്രവർത്തകർക്കിടയിലേക്ക് ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയതോടെ വീണ്ടും സംഘർഷാവസ്ഥയായി. പിരിഞ്ഞുപോയവർ തിരിച്ചെത്തി സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചു. സംഘർഷ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അജയ് നാഥുമായി BJP നേതാക്കളായ ഗിരികുമാർ, സുധാകരൻ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്ന് രാത്രി 1 മണിയോടെയാണ് സംഘർഷത്തിന് ഉണ്ടായത്. 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ക്രമസമാധാന പാലനത്തിനായാണ് ലാത്തി ചാർജ് നടത്തേണ്ടി വന്നതെന്നും കന്റോൺമെന്റ് AC പറഞ്ഞു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.